ബഹുമാനപ്പെട്ട ബിജി ടീച്ചർ, ജോസർ, രേഷ്മ ടീച്ചർ, ഏറ്റവും ആദ്യമായിട്ട് തന്നെ ഇന്നത്തെ ഈ ദിവസം ഇവിടെ ഒരുക്കിയ 3 വാലിഡേറ്റേഴ്സ്, ബിജി ടീച്ചർ, മറ്റു 2 പേര്, അക്കാദമിക് എ സെക്ഷൻ, എക്സാമിനേഷൻ എ സെക്ഷൻ, PVCയുടെ ഓഫീസ്, VC, റേച്ചൽ SO, രജിസ്ട്രാർ ഓഫീസ്, സർവകലാശാലയിൽ ഇതുമായി ബന്ധപ്പെട്ട് IT സെക്ഷൻ, ഉല്ലാസ്, രാഹുൽ, അങ്ങനെയുള്ള എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ 2-3 ദിവസം മുന്നാണ് വന്നത്. അതിന് മുന്നേ ഞാനിവിടെ ചെയ്യേണ്ടിയിരുന്ന എല്ലാ ജോലികളും ചെയ്തുകൊണ്ടിരുന്നത് വിവേകും കിരൺ ചേട്ടനുമാണ്. അവർക്ക് പ്രത്യേകം നന്ദി. ഞാൻ ഡിഗ്രി ചെയ്തത് BSc നഴ്സിംഗിലാണ്. അതെനിക്ക് ഒരു ഫസ്റ്റ് ഇയർ പകുതിയായപ്പോഴേ ഏകദേശം അടുത്ത മട്ടായിരുന്നു. എങ്ങനെയും കോഴ്സ് നിർത്താമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് എൻ്റെ കസിനായിട്ടുള്ള റാഫ് ചേട്ടൻ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ ചേട്ടനാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇവിടെ ഈ കോഴ്സ് നിർത്തണ്ട, പരമാവധി കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. കാലടിയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് MSW സൈക്കോളജി ചെയ്യാൻ പറ്റും, അങ്ങനെ JRF എഴുതാൻ പറ്റും, PhD ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് ഒരു നിരാശ പിടിച്ചൊരു കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്ന ഒരു പ്രതീക്ഷയാണ് ഈ സർവകലാശാല. അങ്ങനെയാണ് ഞാനിവിടെ MSW അഡ്മിഷൻ എടുക്കണതും, JRF പഠിക്കണതും, PhDക്കൊക്കെ അഡ്മിഷൻ നോക്കണതും. അങ്ങനെ എൻ്റെ ഒരുമാതിരി എല്ലാ സ്വപ്നങ്ങളും പൂവണിഞ്ഞേക്കണ ഒരു സ്ഥലമാണ്. ഇവിടെ എനിക്ക് ജോലി കിട്ടി, സർക്കാർ ജോലി എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഇവിടെയാണ്. ഇവിടുത്തെ ഡിഗ്രി വെച്ചാണ് ഞാൻ വിദേശത്ത് പോകാന്നുള്ള എൻ്റെ സ്വപ്നം നടന്നത്. PhD ചെയ്യാൻ, JRF ചെയ്യാൻ കിട്ടുക, അങ്ങനെയുള്ള എൻ്റെ എല്ലാ സ്വപ്നങ്ങളും പൂവണിഞ്ഞേക്കണ ഇടമാണ്. അതുപോലെ ഈ സർവകലാശാലയ്ക്കും സർവകലാശാല ജീവിതത്തിനും സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിനും എന്നെ മോൾഡ് ചെയ്തെടുത്തതിൽ ഒരുപാട് പങ്കുണ്ട്. ഞാൻ ഇങ്ങനെ വന്ന് ആരോടെങ്കിലും ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളോ, അല്ലെങ്കിൽ ഇതുപോലെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ആളോ, വിദേശത്ത് ജോലിക്കൊക്കെ അങ്ങനെ പോയി ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരു നഴ്സിംഗിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയാനൊരു കോഴ്സ് പഠിക്കണം, ഒരു സർക്കാർ ജോലി മേടിക്കണം, ഇത്രയും സ്വപ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഞാൻ ഇന്ന് വളർന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും സർവകലാശാല ജീവിതത്തിന്റെയും സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിന്റെയും തന്നെ ഒരു വിജയമാണ്. അവരെന്നെ ആ രീതിയിൽ മോൾഡ് ചെയ്തെടുത്തോണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെയായത്. എന്നെ പഠിപ്പിച്ച അധ്യാപകരിൽ കുറച്ചുപേരൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ജയന്തി ടീച്ചർ, ചിത്ര ടീച്ചർ, ശ്രീനാഥ് മാഷ്, അവരൊന്നും ഇവിടെ ഇല്ല. അപ്പൊ എന്നെ പഠിപ്പിച്ച അന്നുണ്ടായിരുന്ന എല്ലാ അധ്യാപകർക്കും നന്ദി പറയുകയാണ്. പിന്നെ ഗവേഷണത്തിൽ ജോസാറിനെ പോലെ തന്നെ എനിക്ക് ഗുരുസ്ഥാനീയനാണ് CMIT ഡയറക്ടർ ആയിട്ടുള്ള ബിനോയ് ചേട്ടൻ. അക്കാദമിക് റിസർച്ച് ജോസാറാണ് പഠിപ്പിക്കണമെങ്കിൽ ഫീൽഡ് റിസർച്ച് ഞാൻ പഠിച്ചത് ബിനോയ് ചേട്ടൻ്റെ അടുത്ത് നിന്നാണ്. SCRTക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ സൈക്കോ സോഷ്യൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് സ്റ്റഡി ചെയ്തപ്പോഴാണ് ഇപ്പോൾ ഇന്ന് കാണുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ തന്നെ ചെയ്യാനും എല്ലാത്തിനും പറ്റിയത്. അപ്പോൾ ബിനോയ് ചേട്ടന് ഒരുപാട് നന്ദി. അതുപോലെ രാജഗിരിയിലെ അനീഷ് സാറിന്റെ എക്സ്റ്റേണൽ എക്സ്പേർട്ട് ആയിരുന്നു PhD ചെയ്യുന്ന സമയത്ത്. ഞാൻ ഇടയ്ക്ക് രാജഗിരിയിലൊക്കെ സാറിനെ കാണാൻ ചെല്ലി തീസിസിൽ റെക്കമെൻഡേഷൻസും സാറിന് സ്റ്റാറ്റിസ്റ്റിക്കലി ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ സാറ് ഭയങ്കര ഓപ്പൺ ആയിട്ടാണ് എനിക്ക് പറഞ്ഞു തന്നിരുന്നത്. അതുപോലെ തീസിസിന്റെ ഫോർമേഷനിൽ ഒരുപാട് പങ്കുവഹിച്ച ആളാണ് അരുൺ ചേട്ടൻ. അരുൺ ചേട്ടൻ കാനഡയിലാണെങ്കിലും ഞങ്ങൾ ഇവിടുത്തെ അവിടത്തേക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഗൂഗിൾ മീറ്റിൽ ഇരുന്ന് എൻ്റെ തീസിസിലെ 2-3 ചാപ്റ്റേഴ്സ് അരുൺ ചേട്ടൻ കുത്തിയിരുന്ന് വായിച്ച് കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ടീച്ചേഴ്സിനോടും രേഷ്മ ടീച്ചറിനോടൊക്കെ നന്ദി പറയുകയാണ്. ബോബൻ സാറ് എൻ്റെ തീസിസ് ഫുള്ള് വായിച്ച് കറക്ഷൻ ചെയ്തായിരുന്നു ഞാൻ ഫൈനലായിട്ട് അത് എഴുതി കഴിഞ്ഞപ്പോൾ. അതുപോലെ എല്ലാ ടീച്ചേഴ്സും പ്രീഷന്റെ സമയത്തും, പിന്നെ രേഷ്മ ടീച്ചറാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി ഒരു സംശയമൊക്കെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുമ്പോൾ ഒക്കെ എനിക്ക് നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കഴിഞ്ഞ 4 വർഷം സ്റ്റാഫായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫായിട്ട്. എൻ്റെ ഒരു ആബ്സെൻസിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്, അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്തേക്കുന്ന 2 പേര് ഏറ്റവും കൂടുതലായിട്ടുള്ളവരായതുകൊണ്ടാണ് അവരുടെ പേര് ആദ്യം പറയുന്നത്, ദീപ് SOയും ഹാരിസ് സാറുമാണ്. അവർക്കൊരു അസിസ്റ്റന്റ് വരാതെ അവിടെ പെയിന്റിംഗ് ആയി കിടക്കുന്ന വർക്ക് നോക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവര് സർവകലാശാല എന്നുള്ളൊരു വികാരം മുൻനിർത്തി ഞാൻ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒപ്പം തന്നെ നിന്നവരാണ് ഷെർണ ചേച്ചി, രാഹുല്, റവി ചേച്ചി ഒക്കെ. പിന്നെ അതുപോലെ ആ കാലത്തൊക്കെ എന്റെ സെക്ഷൻ ഓഫീസർമാരുണ്ടായിരുന്ന ഷംല SO, ഷാനവാസ് ഏട്ടൻ, സന്തോഷ് SO. അതുപോലെ ഞാൻ ഇരുന്നിരുന്നത് PR ഓഫീസിലാണ്. അവിടുത്തെ ആളുകളൊക്കെ എനിക്ക് വളരെയധികം മാനസികമായിട്ടുള്ള പിന്തുണ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഭാഗമായിട്ടുള്ള എംപ്ലോയീസ് യൂണിയൻ, പിന്നെ PVC ഓഫീസിലെ അരുൺ, ഫയലുകളിലൊക്കെ പല പ്രശ്നങ്ങളും സബ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അരുൺ ഞാൻ പറയാതെ തന്നെ അത് ഓടി ഇടപെട്ട് സമയത്തിന് സബ്മിഷനും ഇന്ന് ഈ പ്രസന്റേഷനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നന്ദി പറയേണ്ടത് എൻ്റെ കൂടെയുള്ള റിസർച്ച് സ്കോളേഴ്സിനോടാണ്. ഇവിടുന്ന് ഉള്ള എല്ലാ റിസർച്ച് സ്കോളേഴ്സ്, അതുപോലെ ഓൺലൈനിൽ ജോയിൻ ചെയ്തിട്ടുള്ളവർ, അതുപോലെ സർവകലാശാലയിൽ റിസർച്ച് സ്കോളേഴ്സ് ആയിട്ടുള്ള മറ്റ് സുഹൃത്തുക്കൾ, മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എൻ്റെ ഫാമിലിയാണ്.
ഇന്ന് ഇവിടെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. എനിക്കറിയാം അവരെല്ലാവരും ഇവിടെ വരുമ്പോൾ അവരുടെ ജോലിയും അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളും സമയവും ഒക്കെ മാറ്റിവെച്ച് അവർ വന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടും പിന്നെ അവരുടെയും കുറെ കാലത്തെ ആഗ്രഹമാണ് ഞാൻ PhD എടുക്കുക എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ എന്റെ പാരന്റ്സ്, പപ്പയ്ക്ക് വേണമെങ്കിൽ അന്ന് നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ പറയായിരുന്നു, അന്ന് ലോൺ എടുത്താണ് പഠിച്ചത്, ജോലിക്കോ എന്ന് പറയായിരുന്നു. എന്നിട്ട് പപ്പ അങ്ങനെ പറഞ്ഞില്ല, എന്റെ ഇഷ്ടത്തിന് പഠിക്കാൻ വിട്ടു. ഞാൻ ഇവിടെ വന്ന് പഠിച്ചു. അതുപോലെ എനിക്കൊരു മോളുണ്ട്. മോളെ ഒരു കഴിഞ്ഞ 4 വർഷമായിട്ട് എന്റെ പപ്പയും മമ്മിയും അനിയനും കൂടിയാണ് നോക്കണത്. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. അപ്പൊ അവർക്ക് അതിന് പ്രത്യേകം നന്ദി. ഇപ്പൊ ഞാനിവിടെ UK-ലായിരുന്നപ്പോഴും മമ്മിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോൾ അനിയനാണ് ബാംഗ്ലൂരിൽ നിന്ന് അവന്റെ കരിയറിലെ പല കാര്യങ്ങളും മാറ്റിവെച്ച് കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പൊ അവരൊക്കെ അത്രയും സപ്പോർട്ടായിട്ട്, അവരും ഈ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റും ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും അത്രയും സപ്പോർട്ടായിട്ട് നിന്നതുകൊണ്ടാണ് എനിക്ക് ഡിസീസ് ഇങ്ങനെ ഇത്രയും സമയത്തിനുള്ളിൽ വെക്കാനൊക്കെ പറ്റിയത്. ആ ഒരു സപ്പോർട്ടിങ് ഘടകങ്ങൾ ഇവരുടെ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പറ്റില്ലായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ ഹസ്ബൻഡിന്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ് ഇപ്പൊ എൻ്റെ ഒപ്പം UK-ലായിരുന്നു, ഞാൻ മാത്രമേ തിരിച്ചു വന്നുള്ളൂ. അപ്പോൾ ആള് ഭയങ്കര ഒരു എന്താ പറയുക യുണീക്ക് ആയിട്ടുള്ള അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എന്നെ ഒരിക്കലും ഹസ്ബൻഡ് ആയാലും ഹസ്ബൻഡിന്റെ ഫാമിലിയിലുള്ള മമ്മി ഡാഡി ഒക്കെ ആയാലും അവിടുത്തെ ഒരു കാര്യങ്ങൾക്കും അവരെന്നെ പ്രതീക്ഷിക്കാറില്ല, വിളിക്കാറില്ല. കംപ്ലീറ്റ് റിസർച്ച് ചെയ്തോളാണ് പറയാറ്. അപ്പൊ എനിക്കതുകൊണ്ട് കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് യാതൊരു മാനസിക ബുദ്ധിമുട്ടോ സ്ട്രെസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോഴൊരു ബാച്ചിലേഴ്സ് ലൈഫ് തന്നെയായിരുന്നു. അപ്പൊ അതിന് അവരോട് ഒരുപാട് നന്ദി. അതുപോലെ ഈ റിസർച്ചിന്റെ ഏറ്റവും കോറായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ആ ഇന്റർവെൻഷൻ മോഡ്യൂള് ഏറ്റവും ഭംഗിയായിട്ട് നടന്നതാണ്. അപ്പൊ ആ ഇന്റർവെൻഷൻ മോഡ്യൂള് നടക്കാനായിട്ട് ചില കോളേജുകളൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ ചില കോളേജുകൾ സമ്മതിച്ചു. അപ്പോൾ ആ ഡേറ്റ കൺട്രോൾ ഗ്രൂപ്പിലും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലുമായിട്ട് നമുക്ക് ഈ സ്റ്റഡിയിൽ സഹായിച്ച കോളേജുകൾ, അവിടുത്തെ